അപ്പോൾ റെഡി 1 2 3 സ്റ്റാർട്ട്. അപ്പോൾ അതെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു മൂന്നാർ ട്രിപ്പ് പോവുക. അതാ ഈ വണ്ടിക്കാണ് ഞങ്ങൾ കുടുംബക്കാരെല്ലാം ഉണ്ട്. അപ്പോൾ മൂന്നാർ ട്രിപ്പിൻ്റെ വിശേഷങ്ങളായിട്ട് അടിച്ചു പോയി. ഇവിടെ ഇപ്പോൾ 2 വണ്ടി കിടപ്പുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആദ്യം ഞങ്ങൾ 18 സീറ്റ് വണ്ടിയാണ് വിളിച്ചത്. അപ്പം ഒരാൾ അധികമായി. അപ്പം നമ്മൾ വീണ്ടും 23 സീറ്റുള്ള വണ്ടിയാക്കി. അങ്ങനെ നമ്മൾ യാത്ര തുടർന്നു. ഇപ്പോൾ മലനടയിലെത്തി കേട്ടോ. ഇന്നലെ ആയിരുന്നു മലനട ഉത്സവം കഴിഞ്ഞേ ഉള്ളായിരുന്നു. അപ്പോൾ കൊടി ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് അമ്പലത്തിൽ നിന്ന് കയറി തൊഴുതിട്ട് നമ്മൾ നേരെ വാഗമൺ ആദ്യം പോകുന്നത് കേട്ടോ. ഞാൻ വാഗമൺ പരുന്തുംപാറയൊക്കെ പോയിട്ടുണ്ടെങ്കിലും മൂന്നാർ ടൗണിലോട്ട് ഞാൻ പോയിട്ടേ ഇല്ല. അപ്പോൾ മൂന്നാറിലൊക്കെ ഇപ്പോൾ തണുപ്പ് കുറവാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും മലനടയിലെത്തി. മലനടയിലെ ഗംഭീര പരിപാടിയായിരുന്നു. ഉത്സവങ്ങളൊക്കെ ഗാനമേളയും അതുപോലെ എല്ലാ പരിപാടിയും സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ഗംഭീര പ്രോഗ്രാമായിരുന്നു പറയുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ അടൂരെത്തി. പത്മ കഫേ തിരക്കി പോവുക. പത്മ കഫേ അടൂർ 9 മണിയാകും തുറക്കാൻ. ഒടുവിൽ ഞങ്ങൾ പത്തനംതിട്ട പത്മ കഫേയിൽ കയറി. അപ്പോൾ അവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അങ്ങനെ പത്മ കഫേയിൽ ബ്രേക്ക്ഫാസ്റ്റിനായി ഞങ്ങൾ കയറിയിരിക്കുകയാണ്. വാഗമണിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ നമ്മൾ അടൂരൊന്ന് ട്രൈ ചെയ്തു. അവിടെ ഒരു പത്മ കഫയുണ്ട്. പക്ഷേ അവിടെ കിട്ടിയില്ല. പത്തനംതിട്ടയിലുള്ള കഫേയിൽ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. എനിക്ക് ഇഡ്ഡലി വേണം. ഇന്നത്തെ പിന്നെ പ്രത്യേകത എന്താ പറയുമോ? ഇന്നത്തെ പ്രത്യേകത ഇന്ന് ലോക ഇഡ്ഡലി ദിനം. അവിടെ എനിക്ക് ഇഡ്ഡലി വേണം. കേട്ടോ വേണ്ടേ? എന്താ വേണ്ട എന്താ പറഞ്ഞു ഇന്നത്തെ ഓർഡർ ചെയ്താൽ ആദ്യം വന്നത് പുട്ടാണ്. എല്ലാം കിട്ടിയല്ലോ ചാപ്പാട്. ഇവിടെ എന്താ ഒന്നും കിട്ടിയില്ല. വരും ഇപ്പം വരും. ലോക ഇഡ്ഡലി ദിനമായിട്ട് ഇഡ്ഡലി കഴിക്കാം. മനെ കയറല്ലേ? അതിനു മുമ്പ് നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ അയക്കണം. ഓക്കെ ഞാനുണ്ട്. ഫുഡൊക്കെ ഉണ്ടായിരുന്നു. സൂപ്പർ, നല്ല സൗകര്യം എല്ലാം നല്ല. പത്മ കഫേ ഫുഡ് ഓക്കെ. വാ പോവല്ലേ? ഓക്കെ അപ്പം ഗ്രൂപ്പ് ഫോട്ടോ അടിപൊളി. എല്ലാരും കയറിയോ? ഓക്കെ തൽക്കാല സമയമാകുമ്പോഴേക്കാണ് പിന്നെയും പറയും. ഇപ്പോൾ ഇന്നിപ്പോൾ 7 പറഞ്ഞെല്ലാം സംബന്ധിച്ചെല്ലാം ഓക്കെ ആക്കിയതാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ പേരെന്തായിരുന്നു? നമ്മുടെ സാരഥി. പൈങ്കിളികൾ ഒന്നു കുന്നിന്റെ ഓമനകൾ
അപ്പോൾ ഞങ്ങൾ ആദ്യം പോകുന്നത് പാഞ്ചാലിമേട്ടിലേക്ക് കേട്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം ചെറിയ രീതിയിൽ കോടയൊക്കെ ഉണ്ട്. അപ്പം ഏകദേശം 10 മണിയൊക്കെ ആയി. അപ്പോൾ അതുകൊണ്ട് നല്ല വെയിലായി തുടങ്ങിയിട്ടുണ്ട്. തണുപ്പൊന്നും വലുതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ വാഗമണിലൊക്കെ രാവിലെയൊക്കെ നല്ല തണുപ്പും കോടയൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മുടെ റിസോർട്ടുകാർ പറഞ്ഞായിരുന്നു വിളിച്ചപ്പോഴേ. പാട്ടും ഡാൻസും അന്താക്ഷരിയൊക്കെ കഴിഞ്ഞപ്പോൾ പതുക്കെ എല്ലാവരും സൈഡായിട്ടുണ്ട്. ചിലരൊക്കെ ഉറക്കം പിടിച്ചു തുടങ്ങി. പതുക്കെ മയങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ചിലരൊക്കെ. സോ ഞങ്ങളങ്ങനെ പാഞ്ചാലിമേട് എത്തി കേട്ടോ. അപ്പോൾ പാഞ്ചാലിമേട് ഇപ്പോൾ സമയം 10 മണിയാകും, 9:15. ഒരു തൊപ്പി, എല്ലാവരും ഒരു തൊപ്പി ഫിറ്റ് ചെയ്തു. അളിനെന്ത് തായ്ലൻഡിൻ്റെ തൊപ്പിയാണ്? ഓക്കെ. ട്രൈപോൾ ഇപ്പോൾ ശ്രീകുമാരളയും ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നൊരു ട്രൈപോഡ് കേട്ടോ. 6 അടി നീളമുണ്ട്. അതിനകത്ത് നമ്മുടെ ഗോപ്രോ വെച്ചിട്ടുള്ള കാഴ്ചയായി കാണുന്നത്. ഇപ്പോൾ പാഞ്ചാലിമേട്ടിലേക്ക് വന്ന ആദ്യത്തെ ടൂറിസ്റ്റുകൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ നമ്മളാന്ന് തോന്നുന്നു. വേറെ ആരും അങ്ങനെ കാണാനില്ല. തൊപ്പി തൊപ്പി എത്ര തൊപ്പിക്ക്? 140. തൊപ്പി വേണ്ടേ? ക്യാപ്പിന് വില കുറവുള്ളൂ. 120. ചേട്ടൻ വെച്ചേക്കുന്ന ക്യാപ്പ് ആണെങ്കിൽ 120. അച്ഛാ ഇതിനെ പറ്റിച്ചിട്ട് പോയി. പൈസ 20 രൂപ തന്നേക്കണം. ഈ നാട്ടിലുള്ളോ? അല്ല നമ്മുടെ കൂടെ മോനാണോ? എന്തോ എന്തോ വലിയ തൊപ്പിയോ? എത്ര വാങ്ങിച്ചേ? ആ അത് കൊള്ളാം. തലയെ വെച്ച് കഴിഞ്ഞിട്ട് ഇത് വേറെ 2 തലയെ വെച്ചാന്ന് തോന്നുന്നു. ഇത് തിരിച്ചുകൊണ്ട് കൊടുത്താലേ 100 രൂപയ്ക്ക് എടുത്തോളാം. ഇതൊരു അച്ഛന്മാരാരും വരുന്നില്ല. ആരും മേലോട്ട് കയറാൻ വയ്യ. ബാ, എൻ്റെ ബാഗ് പുറയില്ല. ഇതിൽ എൻ്റെ കണ്ണാടി എടുക്കാൻ പറഞ്ഞത്. ഏത് കൂളിംഗ് ഗ്ലാസ്? ആ എനിക്ക് കുഴപ്പമില്ല. ഇവിടെ ദേവസ്വം ബോർഡിൻ്റെ അണ്ടറിലുള്ളൊരു ക്ഷേത്രമാണ്. അപ്പോൾ അവിടുത്തെ പാട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. കോപ്പിറൈറ്റ് വരാതിരുന്നാൽ ഭാഗ്യം. എന്തായാലും ചില ഭാഗത്ത് നമ്മൾ മ്യൂട്ട് ചെയ്തേ പറ്റൂ. മനോഹരി അങ്ങകലെ പാട്ട് കേൾക്കുന്നു. ഇത് ഒരു അമ്പലമുണ്ട് കേട്ടോ. ഇപ്പോൾ മുകളിലേക്ക് കയറി വന്നപ്പോൾ പാട്ട് നല്ലപോലെ അതിനകത്ത് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ കോപ്പിറൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനതങ്ങ് മ്യൂട്ട് ചെയ്തു. അപ്പോൾ അടിപൊളി ലൊക്കേഷനാണ്. എല്ലാവരും തകൃതിയായിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ഫ്രെയിം ഉണ്ട് കണ്ടോ? ഒരു ഫ്രെയിം ഉണ്ട് കണ്ടോ? ആ ഫ്രെയിമിൽ ഫോട്ടോ എടുക്കുക. വാ 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 ഇങ്ങോട്ട് വാ. പാഞ്ചാലിമേട് എന്നുള്ള പേര് വന്നെങ്ങനെ? പാഞ്ചാലിമേട് എന്നുള്ള പേര് വന്നത് ഈ പഞ്ചപാണ്ഡവരിലെ വനവാസകാലത്ത്
പാഞ്ചാലി അധ്യാപകർ പറയട്ടെ, 2 അധ്യാപകരോട് പഞ്ചപാണ്ഡവരുടെ വനവാസ കാലത്ത് പാഞ്ചാലിയുമൊത്ത് ഇവിടെ പഞ്ചപാണ്ഡവർ താമസിച്ചു എന്നാണ് പറയുന്നത്. ആണോ? അറിയില്ലല്ലോ. അങ്ങോട്ട് ചോദിക്കാം. ആണോ? കറക്റ്റാണോ? ശരിയാണോ? ശരിയാണോ? ശരിയാ, അങ്ങനെയാണ് അറിയുന്നത്. ആണ് കഥ. ഓക്കെ. കുറച്ച് പേര് മുകളിലോട്ട് പോയി. പാഞ്ചാലിമേട്ടിൽ ഞാൻ ആദ്യമായിട്ടായിരുന്നു കേട്ടോ. മൂന്നാറിലും ഞാൻ ആദ്യമായിട്ടായിരുന്നു പോകുന്നത്. അയ്യോ, മതി മതി മതി. അപ്പോൾ ഇവിടെ ഒരു ഫ്രെയിം പണിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 മാസമേ ഇത് പണി കഴിഞ്ഞിട്ട്. ഇതേത് ദിശയിലോട്ടും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ടൈപ്പുള്ള ഒരു ഫ്രെയിമാണ്. അതുകൊണ്ട് ഏത് ഭാഗത്തു നിന്നും നമുക്ക് അടിപൊളി ഈ സൂര്യൻ്റെ ലൈറ്റ് അനുസരിച്ച് ഫോട്ടോ എടുക്കാൻ പറ്റും. ഇവിടെ താമസിക്കേണ്ടവർക്ക് അവിടെ റൂംസൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ താഴെ റൂം കാണാം. ഇത് തണുപ്പ് ഈ സമയത്തില്ലയോ? അപ്പുറത്തെ ടൗൺ, ചെറിയൊരു ടൗൺ. ടൗണിൻ്റെ പേര് അതായത് ടൗൺ അത് പാഞ്ചാലിമേടായിരിക്കും. ആണോ? പാഞ്ചാലിമേട് ടൗണാണോ കാണുന്നത്? അറിയത്തില്ല. ഈ സമയത്ത് നല്ല ചൂട്, പക്ഷെ ഭയങ്കര തണുപ്പ്. ഇല്ല ഇല്ല, നല്ല സേഫ്റ്റി ബെൽറ്റൊക്കെ ഇട്ട് നല്ല. അങ്ങനെ അമ്പാടി ഇതാ റൈഡിന് പോകാൻ തയ്യാറായിരിക്കുന്നു. പേടിയുണ്ടോ? പേടിയുണ്ടോ മോനെ? ഇല്ല. ഇതൊരാളിന് 350 രൂപ ചാർജ് കേട്ടോ. ഹായ്, അടുത്ത ആൾ വന്നിട്ടുണ്ട്. പേടിയുണ്ട്? ഇല്ലല്ലോ, പേടിയുണ്ട്. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അമ്പാടി ആദ്യം റൈഡിന് പോവാണ്. സേഫ്റ്റി ബെൽറ്റൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് പോകുന്നു. അടുത്തത് ഗാതമ്മയുടെ ഊഴമാണ്. ഗാതമ്മയ്ക്കും പേടിയൊന്നുമില്ല. അപ്പോൾ ഗാതമ്മയുടെ നമ്മുടെ ഗോപ്രോ കൊടുക്കാം. ഇവിടെ നിന്നുള്ള വ്യൂ കാണാം. അപ്പോൾ ഗാതമ്മേ ഓക്കെ അല്ലേ? കൈ കാണിച്ചാൽ മുകളിൽ റോപ്പിൽ തൊടണ്ട, ഇവിടെ പിടിച്ചാൽ മതി. എൻ്റെ ചെല്ലുമ്പോൾ ചെറിയ ജെർക്കിങ് ആണ്. 2 കാലം ഒന്ന് ഒരുമിച്ച് ബാക്കിലോട്ടൊന്ന് മടക്കുക. ലൈറ്റില്ല. കുഴപ്പമില്ലായിരുന്നു. അമ്പാടിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് അല്ലെന്നാണ് പറയുന്നത്. ഇനിയിപ്പം വരും അടുത്ത ആള്. ഇതെങ്ങനെ ഓഫ് ചെയ്യുന്നു? ഗോപ്രോ ഇനി ആരെങ്കിലും കയറുന്നുണ്ടോ? എല്ലാവരും ഉണ്ട്. അങ്ങനെ ഒടുവിൽ പേടി കൊണ്ട് മാറി എന്ന നമ്മുടെ അതിഥിയും ദാ റൈഡിന് പോകാൻ തയ്യാറായിട്ടുണ്ട്. ഇല്ലടാ, ഇരിക്ക. നീ ഇരുന്നോ, ഫ്രണ്ടോട്ട് ഇരുന്നോ, ഇങ്ങോട്ട് ഫ്രണ്ടോട്ട് ഇരുന്നോ. ഇതാ ഒന്നുമില്ലെന്ന് പറയാ. അതാ അതാ അങ്ങനെ അത്രേ ഉള്ളൂ. ഇത്രയും പേടിയുള്ളൊരു കൊച്ചുണ്ടോ? പിന്നെ മുതിർന്നവർക്കും കയറാം. കയറുന്ന നിങ്ങൾ? മൈ ഫോൺ
തരാം അയ്യോ ഇത് ഭയങ്കര പേടിയാ. മക്കളുമാര് ദേ വന്നു. അല്ല എങ്ങോട്ടായിരുന്നു? വളരെ നന്നായിരുന്നു. വളരെ നന്നായിരുന്നു. അതാരാ അല്ല ഞാൻ നോക്കിയപ്പോഴേ പ്രാർത്ഥിക്കുക. ആറ്റുകാൽ ഭാസ്കരാണ്. ആറ്റുകാൽ ഭാസ്കർ ഏത് ദൈവം? ആ എന്റെ ആറ്റുകാൽ ഭാസ്കര കാത്തോളെ. ആഹാ എന്തൊരുതാണ് പുല്ല് ഇതുണ്ട്. ഉറങ്ങി അവിടെ കിടന്നു. അപ്പൊ പിന്നെ ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് എടുത്തു. പഞ്ചാലിമേട്ടില് സെക്യൂരിറ്റി ആയിട്ട്. എന്താ മോളെ? ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു, കണ്ണാടി, സൺഗ്ലാസ്. ഉഷാറില്ല. ഗോമാമ നല്ലായിരുന്നു. എക്സ്പീരിയൻസ് 1 2 3 4 5 6 7 8 9 10 11 12 13 14 എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ലഞ്ച് കഴിക്കാനായിട്ട് ഇവിടെ DTPCയുടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കുകയാണ്. അതെ നമ്മുടെ ഫുഡൊക്കെ ഇവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെ കിട്ടിയില്ല എന്നുള്ളതൊക്കെ മൊത്തം തെളിവിനാകുന്നുണ്ട്. അതുകൊണ്ട് കണക്കിനൊന്നും ഒരു പെസക് വരത്തില്ല. ഊണ് കഴിച്ചാൽ ഉടനെ ഐസ്ക്രീം, അത് പതിവാണോ? ഊണ് കഴിച്ചാൽ ഉടനെ ഐസ്ക്രീം പതിവാണോ? ആമാ അതാ മുണ്ടലൊക്കെ വീഴുന്നുണ്ട്. കാണിക്കാം. അപ്പോൾ ഞങ്ങൾ വാഗമണിലെത്തി. ഇവിടെയാണ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉള്ളത്. അപ്പോൾ അതൊന്നൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. നല്ല വെയിലുണ്ട്, പക്ഷേ അത്ര ചൂടങ്ങോട്ട് അറിയുന്നില്ല. ഗ്ലാസ് ബ്രിഡ്ജ് കയറാം, അത് പ്രശ്നമല്ല. ഗ്ലാസ് ബ്രിഡ്ജ് കയറാം. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ്, സ്കൈ സൈക്ലിംഗ്, ഫ്രീ വാൾ, പിന്നെ സ്കൈ റോളർ, ഗ്ലാസ് ബ്രിഡ്ജ്. ഓട്ടെ ഏതാ? അപ്പോൾ ഞങ്ങളിവിടെ ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ നോക്കിയപ്പോൾ ഭയങ്കര തിരക്ക്, അപ്പം ഭയങ്കര വെയിലും. അപ്പോൾ ഞങ്ങൾ റൂം തൊട്ടടുത്താണ്, 7 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ റൂമിൽ പോയൊരു മണിക്കൂർ വിശ്രമിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം അല്ലേ? ഒരു 4-4:30 ആകുമ്പോഴത്തേ വരാം, വന്നിട്ട് വരാം. ഓക്കെ. പാരാഗ്ലൈഡിങ് 4000 രൂപ. എത്ര നമ്മളതിന് ചാർജ്? 4000. അല്ല സൈക്കിളെ പോയിട്ട് താണ്ടേ ഇവിടെ വരുന്നത് കേട്ടോ. അതാണ്ട് ഗ്ലാസ് ബ്രിഡ്ജ് കൊണ്ടതോ, അതാ ഗ്ലാസ് ബ്രിഡ്ജ്. അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഇവിടെ ഉള്ളതെല്ലാം അഡ്വഞ്ചർ റൈഡുകളാണ്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ ഈ കാണുന്നതൊന്നും ഓപ്പൺ അല്ല. എന്താണെന്നറിയത്തില്ല. കാരണം എൻ്റെ ആ ദൂരെ കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. അപ്പോൾ അതിൽ കയറണമെങ്കിൽ നമുക്ക് താഴെ കൂടെ ഇങ്ങനെ വേറെ വഴിയുണ്ട്, അതിലെ കൂടെ കയറി വരണം. അതിനൊരു ടൈമുണ്ട്, ആ ടൈം അനുസരിച്ച് കയറ്റി വിടത്തുള്ളൂ. ഉണ്ടോ ഇവന്മാരെല്ലാം ഇങ്ങനെ അഴിച്ച് സ്വതന്ത്രമായിട്ട് വിട്ടിരിക്കുക. അവരുടെ സമയമാകുമ്പോൾ അവരുടെ വീട്ടിൽ ചെന്ന് കയറും. കൊള്ളാം. ആണോ? നമ്മുടെ ബുക്ക് ചെയ്തിരിക്കാം. എന്നാൽ ഓക്കെ. ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുന്നതിന് നല്ല തിരക്കാണ്. സ്ലോട്ട് അനുസരിച്ചാണ്. ഇനി 4:30 നമുക്ക് സമയം തന്നേക്കുന്നത്. അതുവരെ നമുക്ക് റൂമിൽ പോയി റെസ്റ്റ് എടുക്കാം.
ഇവിടെ തൊട്ടടുത്താണ് റൂം, ഒരു 10 കിലോമീറ്ററേ ഉള്ളൂ. വാഗമണിലെ വാഗ ഷോർ, ഇവിടെയാണ് ഞങ്ങളുടെ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മുകളിൽ 4 റൂമും താഴെ ഒരു റൂമും, മൊത്തം 5 റൂമാണ് ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത്. വാഗമണിലെ രാവിലത്തെ കാഴ്ചകളൊക്കെ മനോഹരമായിരിക്കും വിചാരിക്കുന്നു. രാവിലെ നല്ല കോടയും തണുപ്പും ഒക്കെ ആയിരിക്കും. അതുപോലെ വൈകുന്നേരം ഈ കാണുന്നതൊക്കെ തൊട്ടടുത്ത് കാണുന്നതൊക്കെ ഹോം സ്റ്റേകളുണ്ട്. അപ്പോൾ വൈകിട്ട് ക്യാമ്പ് ഫയറും പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് നല്ല മേളമായിരിക്കും. എന്തായാലും കണ്ടു നോക്കാം നമുക്ക്. അപ്പോൾ എല്ലാവരും വന്ന് 1.5 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്ത് ചായ കുടിച്ചു. വീണ്ടും തിരിച്ച് നമ്മൾ പഴയ സ്ഥലത്തേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഗ്ലാസ് ബ്രിഡ്ജാണ് ലക്ഷ്യം. ഓക്കെ, ഷോ ഉണ്ട്, ഇതുണ്ട്, വാട്ടർഫാൾ ഷോ ഒക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ കണ്ട് അടിച്ചു പൊളിച്ച് ഗ്ലാസ് ബ്രിഡ്ജൊക്കെ കണ്ട് നമ്മളിപ്പോൾ തിരിച്ചു വരും. ഓക്കെ ഓക്കെ. അപ്പം ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുന്ന പദ്ധതി അങ്ങ് ഉപേക്ഷിച്ചു. എന്നിട്ട് സമയം ലേറ്റായി. അപ്പോൾ ഇവിടെ ഗാർഡൻ ഉണ്ട്, ആ ഗാർഡനിൽ കയറി ആ ഗാർഡൻ ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ലൈറ്റ് ആൻഡ് ഷോ ഉണ്ട്, അത് 6. അപ്പോൾ ഇവിടെ 6:30-ക്കും 7:30-ക്കും ഓരോ ഷോ ഉണ്ട്. അപ്പോൾ അവർ പറയുന്നത്, ഇവിടുത്തെ സെക്യൂരിറ്റി പറയുന്നത് 7:30-ക്കുള്ള ഷോ ആണെന്നായിരിക്കും നല്ല കാര്യം. ഇരുട്ടാകുമ്പോഴേ നല്ല ഭംഗിയായിരിക്കും. ആ ഇനിയിപ്പോൾ കഴിഞ്ഞില്ലേ? ആ അതോ, ഓ ലൈറ്റൊക്കെ ഇട്ട് കേട്ടോ. ചൂട് പായസം. അപ്പോൾ തൻ്റെ പാലട പ്രഥമൻ ഒരു ഗ്ലാസ്സിന് 50 രൂപ. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ എവിടെ നിൽക്കുന്നത് നമ്മൾ? വാഗമൺ. അതെല്ലാം ലൈറ്റിലായിട്ടല്ലേ? പറ, വിശദീകരിക്കൂ. പാലട കണ്ടു പായസം. അടപ്രധാനോ? എന്ത് ജനപ്രളയമായി. നമ്മുടെ ആൾക്കാരെല്ലാം ഉണ്ടോ? വാ കയറ്. ഇവിടെയൊക്കെ തന്നെയാണ് കാണുന്നത്. ഈ ഫൗണ്ടൈൻ താണ്ട് ഇവിടെ താണ്ട് ഈ ഫൗണ്ടൈനകത്ത് ഇപ്പം അവരിതും അങ്ങോട്ട് പോയി. അതുപോലെ അവിടെ വാഗമൺ എഴുതിയേക്കുന്നില്ലേ? വാഗമണിൻ്റെ സന്ധ്യയിലെ കാഴ്ചകൾ മനോഹരം. ദേ വി ലവ് വാഗമൺ എന്നുള്ള ആ ഒരു ലോഗോ എടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനുള്ള തിരക്കുണ്ടോ? ലൈറ്റ്
ലൈറ്റൊക്കെ തന്നെ സന്ധ്യയായപ്പോഴത്തെ ലൈറ്റില്ല എന്താ വീണു. ഓക്കെ ഓക്കെ അതെ വണ്ടിയുടെ ഓക്കെ സത്യം എല്ലാ വണ്ടികളും കോട കയറി വരുന്നുണ്ട് താണ്ടതാ ഇതാ വരുതാ സമയം 6:30 കോടതാ. അപ്പോൾ മൂന്നാർ യാത്രയുടെ ആദ്യത്തെ ദിവസ വിശേഷങ്ങളോട് അവസാനിക്കുകയാണ്. ഒരു വാട്ടർ ഫൗണ്ടൈൻ പരിപാടികളുണ്ട്, അതെല്ലാം കണ്ടിട്ട് നേരെ റൂമിലേക്ക്. അപ്പോൾ അടുത്ത ദിവസത്തെ വിശേഷങ്ങൾ അടുത്ത ദിവസം കാണാം. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ 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 ബൈ. അപ്പോൾ അതോടെ കണ്ടു പോവാം കേട്ടോ.